ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. വേനലും തെരഞ്ഞെടുപ്പുമൊക്കെ ചേർന്ന് രാഷ്ട്രീയത്തെ ചൂട് പിടിപ്പിച്ചപ്പോൾ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിന് ശേഷം ജനുവരി 26 ശേഷം 43 ദിവസം കൊണ്ട് 153 ഉദ്ഘാടനങ്ങളാണ് നരേന്ദ്രമോദി നിർവഹിച്ചത്. ധാരാളം ശിലാസ്ഥാപനങ്ങളും അദ്ദേഹം നടത്തുകയുണ്ടായി. ഇന്നലെ വരെ അദ്ദേഹത്തിന് പരിപാടികൾ ഉണ്ടായിരുന്നു. അത് തീരാൻ കാത്തിരുന്നതുപോലെ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തി. അതിൻ്റെ വിജ്ഞാപനം പുറത്തേക്ക് വന്നു. അതോടെ ഇന്നലെ മുതൽ പെരുമാറ്റച്ചട്ടവും രംഗത്ത് വന്നിരിക്കുന്നു. അത് പ്രതീക്ഷിതമായിരുന്നെങ്കിലും അത് വരുമ്പോൾ പൊടുന്നനെ വന്നതുമാതിരി തോന്നുക എന്നത് ഒരു സ്വാഭാവിക ഗതി തന്നെയാണ്. ആ നിലയ്ക്ക് പത്രങ്ങളൊക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് തരുന്നത്. 7 ഘട്ടം തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. കഴിഞ്ഞ തവണ 2014 അത് 8 ഘട്ടം തെരഞ്ഞെടുപ്പായിരുന്നു. 7 ഘട്ടം തെരഞ്ഞെടുപ്പ്, 10,35,928 പോളിംഗ് ബൂത്തുകൾ, 90 കോടി വോട്ടർമാർ, അതിൽ 8.4 കോടി 8.5 കോടി യുവാക്കളാണ്, യുവതികളാണ്, യുവതയാണ്. വോട്ടർമാർക്ക് പരാതി നൽകാൻ ഇത്തവണ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. വോട്ടർമാർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്നറിയാൻ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. ഏപ്രിൽ 11 തുടങ്ങി മെയ് 19 വരെയാണ് ഇത്തവണ 7 ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 11, 18, 23, 29, മെയ് 6, മെയ് 12, മെയ് 19 ഇങ്ങനെയാണ് 7 ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത്. വോട്ടെണ്ണൽ മെയ് 23 ഏപ്രിൽ 23 എന്ന സമയത്താണ്, ആ ഘട്ടത്തിലാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്താൽ മെയ് 23 കൃത്യം 1 മാസം കഴിയുമ്പോഴാണ് ആ കാര്യത്തിൽ നമുക്ക് റിസൾട്ട് വരിക. 1 മാസമാണ് കാത്തിരിക്കേണ്ടി വരിക തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാൻ മലയാളികളെ സംബന്ധിച്ച്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിരിക്കുന്നു. CPIക്കും CPMനും മാത്രമേ സീറ്റുകളുള്ളൂ. 4 CPIയും 16 CPMും. അതിൻ്റെ പൊതുചിത്രം നോക്കുമ്പോൾ ആ 20 പേരിൽ 6 പേർ സിറ്റിംഗ് MP-മാർ തന്നെയാണ്. 6 പേർ MLA-മാർ മത്സരിക്കുന്നു. 2 മുൻ രാജ്യസഭാംഗങ്ങൾ P. രാജീവൻ, KN ബാലഗോപാൽ 2 മുൻ രാജ്യസഭാംഗങ്ങളാണ്. 2 മുൻ MLA-മാരുണ്ട്, സതീഷ് ചന്ദ്രനും രാജാജി മാത്യു തോമസും. 2 ജില്ലാ സെക്രട്ടറിമാർ CPMൻ്റെ P. ജയരാജനും വാസവനും. പിന്നെ PP സുനീറും VP സാനുവും. അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. നോക്കൂ, ഈ 20-ൽ 18 പേരും ഭരണത്തിലും പാർട്ടിയിലും ഇരുത്തം വന്നവരാണ്. ഒന്നുകിൽ ഭരണത്തിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ. അങ്ങനെ ഇരുത്തം വന്ന ആളുകളെയാണ്, വളരെ സീനിയറായ പരിചയസമ്പന്നരായ കേമന്മാരെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് ഇടതുപക്ഷം. ആ നിലയ്ക്ക് ഇടതുപക്ഷം ആദ്യം തന്നെ സാധാരണഗതിയിലെന്ന പോലെ തന്നെ അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ആണ് കിടന്ന് മല്ലിടുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് 6 MLA-മാരും അതുമാതിരി മുൻ MP-മാരും മുൻ MLA-മാരും ഒക്കെ ചേർന്ന ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ്, 2 സ്ത്രീകളടക്കമുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ്, PK ശ്രീമതിയും വീണ ജോർജും, അത് കണ്ടിട്ട് ആ നിലവാരത്തിൽ അതിനെ വെല്ലാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയനത്തിന് വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നു UDFും അതുമാതിരി തന്നെ BJPയും. കേരളത്തിൽ കോൺഗ്രസ് BJP പട്ടികയായില്ല. കോൺഗ്രസ് പട്ടികയിൽ സീനിയറായ നേതാക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ലാഞ്ചന നമുക്ക് മലയാള മനോരമയിൽ കാണാം. മനോരമയുടെ ലീഡ് വാർത്ത കാണുക. കോൺഗ്രസ് പട്ടികയിൽ ഉമ്മൻചാണ്ടിയും. അതാണ് പ്രധാനം. ഉമ്മൻചാണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്തയോ
അല്ലെങ്കിൽ അതേ സംബന്ധിച്ച അഭ്യൂഹമോ രംഗത്ത് വന്നിരിക്കുന്നു. സാധ്യതാ പട്ടികയിൽ 5 MLA-മാർ, ഇടതുപക്ഷത്തിന്റെ ലിസ്റ്റിൽ 6 MLA-മാരാണെങ്കിൽ സാധ്യതാ പട്ടികയിൽ കോൺഗ്രസിന്റെ 5 MLA-മാർ, അതങ്ങനെ തന്നെ അംഗീകരിക്കപ്പെടുന്ന പക്ഷം ഏകദേശം 1 ഡസനോളം MLA-മാർ മത്സര രംഗത്തുണ്ടാകും. ഇത്രയും MLA-മാർ കൂട്ടായി മത്സരിച്ച ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന സവിശേഷതയുമുണ്ട്. ഇന്ന് ദില്ലിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച ചർച്ച നടക്കും. സുജിത് നായർ ആ വാർത്ത മലയാള മനോരമയിലൂടെ തരുന്നത് ഇപ്രകാരം: ഇടുക്കി ലോക്സഭാ സീറ്റിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് സംസ്ഥാന നേതൃത്വം അഭ്യർത്ഥിക്കും. ഉമ്മൻചാണ്ടി എതിർത്തെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ഇടുക്കിയിലേക്ക് നിർദ്ദേശിക്കാനാണ് ഇവിടുത്തെ ചർച്ചകളിലെ ധാരണ. പട്ടിക ഇന്ന് രാവിലെ 11-ന് ദില്ലിയിൽ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യും. KC വേണുഗോപാൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെ ആലപ്പുഴയിൽ ഷാനി മോൾ ഉസ്മാൻ സാധ്യതയേറി. എങ്കിലും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ തിരക്ക് കണക്കിലെടുത്ത് UDF-ന്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലങ്ങളിലൊന്നായ വയനാട്ടിലേക്ക് നിയോഗിക്കാനും സാധ്യത നിലനിൽക്കുന്നു. മുസ്ലിം ലീഗും വേണുഗോപാലിന്റെ കാര്യത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിക്കില്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചേക്കാൻ ഇടയുണ്ട് എന്നാണ് ഈ കാര്യത്തിൽ നമുക്ക് മലയാള മനോരമ തരുന്ന വാർത്ത വിശ്വസിക്കാമെങ്കിൽ മനസ്സിലാകുന്നത്. കേരളത്തെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് 23-ാം തീയതിയാണ്, ഏപ്രിൽ 23-ന്. 3ാം ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ ഇതിലൂടെയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഒറ്റയടിക്ക് 20 സീറ്റിലും തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട ഒരുക്കം പൂർത്തിയായി കേരളത്തെ സംബന്ധിച്ച്. മനോരമ അതും 1-ാം പേജിൽ റിപ്പോർട്ടാക്കി തന്നിരിക്കുന്നത് കാണുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ആദ്യഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലകളിൽ സ്ക്വാഡ് രൂപീകരിച്ചു. ഉദ്യോഗസ്ഥർക്കുള്ള പ്രാഥമിക പരിശീലനം പൂർത്തിയായി. നോഡൽ ഓഫീസർമാർക്ക് കീഴിൽ പ്രത്യേക ടീം രൂപവൽക്കരിച്ചാണ് പ്രവർത്തനങ്ങൾ. ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നൽകുന്ന പ്രവർത്തനം പുരോഗമിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ്. ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇന്ന് മനോരമ തരുന്നത്. മാതൃഭൂമിയുടെ 1-ാം പുറം വളരെ സവിശേഷമായ ഒരു ന്യൂസ് ഇക്കാര്യത്തിൽ നമുക്ക് തരുന്നു. 3-1 സ്ത്രീകളായിരിക്കണമെന്ന ബില്ല് പാസ്സാകാതെ കിടക്കുകയാണ് പാർലമെന്റിൽ. ആ സാഹചര്യത്തിൽ ബിജു ജനതാദൾ ഒറീസയിൽ ഒരു ചരിത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ബിജു ജനതാദളിന്റെ 21 സീറ്റിൽ 3-1 സ്ത്രീകൾക്കായിരിക്കും. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ നിലയ്ക്കുള്ള ഒരു വീതം വയ്ക്കൽ വരുന്നത്. 21 സീറ്റിൽ 7 സ്ത്രീകൾ വരും. അത് ചിലപ്പോൾ 7-ൽ കൂടുതലാകും. കൂടുതലായാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. സ്ത്രീകൾക്ക് 3-1 ഭാഗം സീറ്റുകൾ മാറ്റിവെക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി, പാർലമെന്റ് സീറ്റ് മാറ്റിവെക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഒഡീഷ മാറുന്നതിൻ്റെ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ തരുന്നു. 33% സീറ്റ് സ്ത്രീകൾക്ക് ബിജു ജനതാദളിന്റെ ചരിത്ര പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33% സീറ്റ് സ്ത്രീകൾക്ക് നൽകുമെന്ന് ബിജു ജനതാദൾ നേതാവും ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 33% സീറ്റ് സംവരണമെന്ന ആശയം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായി BJD മാറും. ഒഡീഷയിലെ 21 ലോക്സഭാ മണ്ഡലങ്ങളിൽ 7-ൽ കൂടുതൽ സീറ്റിൽ സ്ത്രീകൾ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആ നിലയ്ക്ക് ചരിത്രം സൃഷ്ടിക്കുന്നു ഒറീസ ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പില്ല. ഇത്തവണ കാശ്മീരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. എന്ത് കളികളാണ് കേന്ദ്രം കാശ്മീരിൽ നടത്തുന്നത്? കാശ്മീരിൽ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്നില്ല? അതിനുവേണ്ട ഫോഴ്സ് ഇല്ല, ക്രമസമാധാന പാലനം സാധ്യമല്ല തുടങ്ങിയ വാദമുഖങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടത്തുന്നത്? ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അന്തർഗതങ്ങൾ വേറെയാണ്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പില്ല,
പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് കൊണ്ടുതാനും. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തുന്നില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷൻ അവിടെ പോയി പഠിച്ചിരുന്നു. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഒരുപക്ഷെ ദേശീയ പാർട്ടികൾക്ക് ഗുണം ചെയ്യാം. ഇപ്പോൾ കാശ്മീരിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പൂർണ്ണമായും ഒരുപക്ഷെ PDPയെ പോലുള്ള പാർട്ടികൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക. അത് കേന്ദ്ര സർക്കാരിൻ്റെ കാശ്മീർ നയത്തിന് വലിയൊരു തിരിച്ചടി സംഭാവന ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാകാം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തുകയും അസംബ്ലി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനി ഒന്നാം പുറം തെരഞ്ഞെടുപ്പിന്റെ വാർത്ത തരുമ്പോൾ ഏപ്രിൽ 4 വരെയാണ് കേരളത്തിൽ പത്രികാ സമർപ്പണത്തിനുള്ള സമയം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായി നടക്കും. വോട്ടെടുപ്പിന് ശേഷം 1 മാസം കഴിഞ്ഞ് മെയ് 23-നാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. 5-നാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-ആണ്. അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ 9-ാം തീയതി ആയിരിക്കും നമുക്ക് കൃത്യമായും നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഒരവസ്ഥ അറിയുക. കേരളത്തിൽ പത്രികാ സമർപ്പണത്തിൻ്റെ തീയതി ഏപ്രിൽ 4. അതാണ് നമുക്കിന്ന് ദേശാഭിമാനി 1-ാം പേജിൽ തരുന്ന തെരഞ്ഞെടുപ്പ് സംബന്ധിയായ വാർത്ത. ഇന്ന് കേരള കൗമുദി തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച ഒരു വാർത്ത നമുക്ക് തരുന്നത് കൗതുകകരമാണ്. അത് ദേശാഭിമാനിയിൽ മാത്രമേ പ്രാധാന്യത്തോടെ കണ്ടുള്ളൂ. ക്രിമിനൽ പശ്ചാത്തലമുള്ള കാൻഡിഡേറ്റുകൾ, സ്ഥാനാർത്ഥികൾ, കേസുകളിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ അവരുടെ ക്രിമിനൽ കേസിനെ സംബന്ധിച്ച പ്രസ്താവം പരസ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഇത്തവണ നടപ്പാക്കപ്പെടും. നാട്ടാരെ ഞങ്ങൾ ക്രിമിനലുകളാണ് എന്ന നിലയ്ക്ക് ആ വാർത്ത കേരള കൗമുദി 1-ാം പേജ് വാർത്തയായി തന്നിരിക്കുന്നത് കാണുക. അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലും ചാനലുകളിലും സ്ഥാനാർത്ഥികളുടെ കുറ്റകൃത്യങ്ങൾ അവർ തന്നെ പരസ്യപ്പെടുത്തേണ്ടി വരും. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലവും ഇന്നലെ വരെ എന്തായിരുന്നു എന്നത് മാധ്യമങ്ങളിൽ സത്യവാങ്മൂല പരസ്യം നൽകി വിവരിക്കണമെന്ന് സുപ്രീം കോടതി വിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ നടപ്പാക്കുകയാണ്. കേരളത്തിൽ CPM സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ചില നേതാക്കളും പരസ്യം നൽകേണ്ടി വരും. 16-ാം ലോക്സഭയിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള MP-മാരുടെ പേരിലായിരുന്നു കൂടുതൽ കേസുകൾ. സമാജ്വാദി BSP MP-മാരും മോശമായിരുന്നില്ല. ആ നിലയ്ക്ക് വരുമ്പോൾ അതൊരു പുതുമയാണ്. പരസ്യത്തിലൂടെ തങ്ങളുടെ പേരിലുള്ള കേസുകൾ പ്രസ്താവിക്കണം, പരസ്യമായി പറയണം സ്ഥാനാർത്ഥികൾ എന്നാണ് സുപ്രീം കോടതി വിധി. അത് ഇത്തവണ നടപ്പാക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുമ്പോൾ അത് ഒരു പുതിയ പ്രശ്നമായി രംഗത്ത് വന്നിരിക്കുന്നു. നോക്കൂ, കേരളത്തിലെ കോൺഗ്രസിന്റെ പട്ടിക തയ്യാറായിട്ടില്ല. 3-4 ദിവസം അതിനെടുക്കാൻ 15-ാം തീയതിക്ക് മുമ്പേ അത് തയ്യാറാവുകയുള്ളൂ എന്ന് കരുതുന്നതായിരിക്കും എളുപ്പം. അത്ര എളുപ്പമല്ല അത് തയ്യാറാക്കി കൊണ്ടുവരിക. എന്നാൽ കേരള കോൺഗ്രസിന്റെ അവസ്ഥയും അതുതന്നെ. കേരള കോൺഗ്രസിന്റെ ഒന്നിച്ചുള്ള നിലനിൽപ്പിൽ ജോസഫ് പ്രശ്നമായി തീർന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി കേരള കോൺഗ്രസ് പിളർന്ന് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമോ എന്ന സന്ദേഹം ശക്തമായിരിക്കുന്നു. ഇന്നലെ രാവിലെ 11 മണിയോടെ പാലായിലെ KM മാണിയുടെ വസതിയിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. മാണിയെ കൂടാതെ വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ്, വൈസ് ചെയർമാൻ ജോസ് K മാണി, മോൻസ് ജോസഫ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. മത്സര രംഗത്തുണ്ടാകുമെന്ന് ഈ യോഗത്തിലും ജോസഫ് ആവർത്തിച്ചു. ഇക്കാര്യം മാണിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വൈകുന്നേരം ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു മാണിയുടെ മറുപടി. കോട്ടയത്തെ കേരള കോൺഗ്രസുകാർ ജോസഫിനെ അംഗീകരിക്കില്ല എന്നുകൂടി മാണി പറയുന്നു. ജോസഫിനെ കോട്ടയത്ത് നിർത്താതിരിക്കാൻ മാണി ശ്രമിക്കുന്നു. ഒന്ന്, ഇനി നിന്നാൽ തന്നെ മനോഹരമായി പരാജയപ്പെടാനുള്ള എല്ലാ പശ്ചാത്തല സംവിധാനവും ഒരുക്കുന്നു. ജോസഫ് ആകട്ടെ നിർബന്ധപൂർവം കോട്ടയത്ത് മത്സരിക്കുമെന്ന നിലപാട് തന്നെ എടുക്കുന്നു. കാരണം കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലുള്ള UPA ജയിച്ചു വന്നാൽ കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനമുണ്ട്. ആ മന്ത്രിസ്ഥാനം ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ അത് ആർക്കായിരിക്കും ലഭിക്കുക? ജോസ് K മാണിക്കായിരിക്കും, മാണിയുടെ മകൻ. പക്ഷേ PJ ജോസഫിനെ മാതിരി സീനിയറായ ഒരാൾ എത്തിയാൽ സ്വാഭാവികമായും ആ മന്ത്രിസ്ഥാനം PJ ജോസഫിന് പോയിക്കൂടായികയില്ല. അത് അസഹ്യമാണ് KM മാണിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിൽ
PJ ജോസഫ് മന്ത്രിയായാൽ അത് ജോസഫിനെ ശക്തരാക്കും, അദ്ദേഹത്തിൻ്റെ മകനെ തൊടുപുഴയിൽ നിന്ന് ജയിപ്പിക്കുകയും അവർ കഴിയും. ആ നിലയ്ക്ക് വളരെ വഷളൻ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. കേരള കോൺഗ്രസിൻ്റെ പൊതുപശ്ചാത്തലം, വോട്ടർമാർ എന്ന് പറയുന്ന പൊതുപശ്ചാത്തലം ക്രിസ്ത്യാനികളാണ്, പള്ളിക്കാരാണ്, ഒപ്പം തന്നെ കുടിയേറ്റ കൃഷിക്കാരുമാണ്. കുടിയേറ്റ കൃഷിക്കാരുടെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, വലിയ എസ്റ്റേറ്റ് ഓണർമാർ ഇല്ലാതായിരിക്കുന്നത് കൊണ്ട്, റബ്ബർ തന്നെ ഊർജ്ജശ്വാസം വലിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ സാമൂഹ്യ അടിത്തറയൊന്നുമില്ല. ആ പ്രസ്ഥാനം നിലനിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ. അതാണ് യാഥാർത്ഥ്യം. PC ജോർജ് പറയുന്നത് മാതിരി അദ്ദേഹം പലപ്പോഴും വിഡിതമാണ് പറയുന്നതെങ്കിലും കേരള കോൺഗ്രസിൽ അത് പിരിച്ചുവിടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതിന് ചില ചരിത്രപരതയുണ്ട്. ആ നിലയ്ക്ക് അവസാന മത്സരമാണിപ്പോൾ നടക്കുന്നത് എന്ന് പ്രതീക്ഷിക്കാം. PJ ജോസഫ് വലിയ ഒരു തടസ്സവാദമായി കേരള കോൺഗ്രസിൽ ഉയർന്നു വന്നിരിക്കുന്നു. അത് ഏതൊക്കെ തരത്തിലുള്ള അവസ്ഥാന്തരങ്ങളാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആസന്ന ഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ അവർ തമ്മിലുള്ള മത്സരം അത്ര ലളിതമായി പരിഹരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല നിലനിൽക്കുന്നത് എന്ന് ഇതേ ഒരു യാഥാർത്ഥ്യമാണ്. ഫോട്ടോ പതിച്ച തെരഞ്ഞെടുപ്പ് കാർഡ് നിർബന്ധം, എല്ലാ തവണത്തെയും മാതിരി. ഫോട്ടോ പതിച്ച തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് വോട്ട് ചെയ്യാൻ ഉപയോഗിക്കണം. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സർവീസ് തിരിച്ചറിയൽ കാർഡ്, ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, തൊഴിൽ മന്ത്രാലയം അനുവദിച്ച സ്മാർട്ട് കാർഡ്, മഹാത്മാഗാന്ധി തൊഴിൽ പദ്ധതി കാർഡ്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ, MP MLA മാരുടെ ഔദ്യോഗിക കാർഡ്, ആധാർ കാർഡ് എന്നിവയൊക്കെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ ഫോട്ടോ പതിച്ച തെരഞ്ഞെടുപ്പ് കാർഡ് തന്നെ ഇക്കാര്യത്തിൽ വേണം എന്നാണ് നമ്മളോട് പറയുന്നത് പത്രങ്ങൾ. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് അതീവ ഗൗരവതരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ഇതേ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ ജനാധിപത്യ മതേതര സ്വഭാവത്തിൽ, അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര പ്രമേയം. അതുകൊണ്ട് വലിയ പ്രാധാന്യമാണ് ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും ഈ തെരഞ്ഞെടുപ്പിന് നൽകപ്പെടുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുക. ഓരോ പത്രങ്ങളും അതിന് കൊടുത്തിരിക്കുന്ന ലീഡ്. മലയാള മനോരമ പ്രായമായ നരേന്ദ്രമോദിയെ ഒരു വശത്തും നന്നേ ചെറുപ്പക്കാരനായ രാഹുൽ ഗാന്ധിയെ മറുവശത്തും നിർത്തി മുഖാമുഖം വാർദ്ധക്യവും യൗവനവും എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ മേൽ വാർദ്ധക്യവും യൗവനവും തമ്മിൽ അംഗം കുറിച്ചു എന്നാണ് മനോരമ പറഞ്ഞിരിക്കുന്നത്. മാതൃഭൂമി കാഹളം മുഴക്കി എന്ന ശീർഷകത്തിൽ ആ വാർത്ത തരുമ്പോൾ ദേശാഭിമാനി കാണുക, ഇവിടെ ഏപ്രിൽ 23 ഇവിടെ തെരഞ്ഞെടുപ്പെന്നർത്ഥം. മംഗളം തീയതി കുറിച്ചു, ഇനി അങ്കത്തട്ടിൽ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത തരുന്നത്. മാധ്യമമാകട്ടെ കാഹളം മുഴങ്ങി എന്ന നിലയ്ക്ക് ആ വാർത്ത തരുന്നു. ദീപിക കാഹളവും യുദ്ധവും തെരഞ്ഞെടുപ്പിനെ യുദ്ധ സമാനമാക്കുന്നു വാർത്തകൾ. വീക്ഷണം തീയതി കുറിച്ചു, ഇനി മഹായുദ്ധം, യുദ്ധത്തെ മഹായുദ്ധമാക്കി മാറ്റിയിരിക്കുന്നു വീക്ഷണം. കേരള കൗമുദി ഇന്ത്യൻ മഹായുദ്ധം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമുക്ക് എത്തിച്ചു തരുന്നത്. സിറാജ് എന്ന പത്രം പോരാട്ടം 7 ഘട്ടം എന്ന ശീർഷകത്തിൽ തരുമ്പോൾ ജന്മഭൂമി വിജയപ്രതീക്ഷ ഇല്ലാത്ത സംഘപരിവാറിന്റെ പത്രം വളരെ പതിഞ്ഞ സ്വരത്തിൽ കേരളം ഏപ്രിൽ 23 എന്നു മാത്രം പറഞ്ഞ് പിൻവാങ്ങുന്നു. അങ്ങനെയാണ് പത്രങ്ങൾ നമുക്ക് ആ വാർത്ത എത്തിച്ചിരിക്കുന്നത്. അതും കൗതുകകരം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കൂ, ഇന്ന് ശബരിമല നട തുറക്കുന്നു. വലിയ ഉദ്വേഗത്തോടെയാണ് നാം അത് കേൾക്കുന്നത്, അല്ലാതെ ഭക്തിയോടെയൊന്നുമല്ല. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന നിലയ്ക്ക് ശബരിമല നട തുറക്കുന്ന വാർത്ത 10 ദിവസത്തേക്കാണ് നട തുറക്കുന്നത്. മലയാള മനോരമ ആ വാർത്ത ഉൾപേജിലാണെങ്കിലും വലിയ വാർത്തയായി തന്നിരിക്കുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക്
ശേഷം. ആ വാർത്ത മനോരമയിൽ ഇങ്ങനെ: ശബരിമല നടക്കുന്നതിൻ്റെ വാർത്ത. ഉത്സവത്തിനായി അയ്യപ്പ ക്ഷേത്ര നട ഇന്ന് വൈകുന്നേരം 5:30 തുറക്കും. നാളെ രാവിലെ 7:30 10 ദിവസത്തെ ഉത്സവം കൊടിയേറും. 11-ാം തീയതി മുതൽ 21-ാം തീയതി വരെ 10 ദിവസത്തേക്കാണ് ആ ഉത്സവം നടക്കാൻ പോകുന്നത്. മനുഷ്യ മനസ്സുകളിൽ, ഒരുപക്ഷെ ഭക്തരുടെ തന്നെ മനസ്സുകളിൽ തീ കോരിയിടുന്ന വാർത്ത തന്നെയായി ഇത് മാറുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ റഫേലിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ വെളിവാക്കലുകൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ഇതുവരെ വലിയ വെളിവാക്കലുകൾ നടത്തിയ എൻ റാം തന്നെ പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരികയാണ്. മോദിയുടെയും കൂട്ടരുടെയും മനസ്സിൽ ഇഴുത്തി വീഴ്ത്തുന്ന വാർത്തയാണത്. റഫേൽ ഇടപാട് പ്രധാന വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് എൻ റാം. വാർത്ത ഇന്ത്യ ലോകം പേജിൽ ദേശാഭിമാനി. റഫേൽ ഇടപാടിൽ പുറത്തു വന്ന വിവരങ്ങളെക്കാൾ പ്രധാന വിവരങ്ങൾ ഇനിയും വരാനുണ്ടെന്ന് ഹിന്ദു ചെയർമാൻ എൻ റാം പറഞ്ഞു. യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും ഉൾപ്പെടുന്ന 61,913.29 കോടി രൂപയുടെ ഇടപാടാണത്. അനിൽ അംബാനിയും ദസാൾട്ടും ചേർന്നുള്ള സംരംഭം എന്ത് നിർമ്മിക്കുമെന്നും മറ്റുള്ള ഓഫ്സെറ്റ് പങ്കാളികൾ എന്താണ് ചെയ്യുന്നതെന്നും പരിശോധിക്കേണ്ടതുണ്ട്. കമ്മീഷൻ പണവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈ കളക്റ്റീവ് 2019 മാധ്യമപ്രവർത്തകൻ PC സായിനാഥുമൊത്തുള്ള സംഭാഷണത്തിനിടെയാണ് എൻ റാമിൻ്റെ പ്രതികരണങ്ങൾ. വന്നതൊന്നുമല്ല കാര്യങ്ങൾ, വരാനിരിക്കുന്നതേയുള്ളൂ വലിയ കാര്യങ്ങൾ എന്നാണ് റാം പറയുന്നത്. ദേവസ്വം ബോർഡിൽ 150 കോടിയുടെ PF തുക തിരിമറിയുടെ അഴിമതി നടന്ന വാർത്ത ഇന്നലെ പത്രങ്ങൾ തന്നിരുന്നു. അതിൻ്റെ തുടർ വാർത്ത ഇന്ന് മംഗളം പിൻപുറത്ത് തരുന്നു. ദേവസ്വം ഉന്നതർക്ക് ബാങ്കിൽ 15 നിയമനവും 3% കമ്മീഷനും. അതാണ് ധനലക്ഷ്മി ബാങ്ക് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ PF നിക്ഷേപത്തിൽ നിന്ന് 150 കോടി രൂപ ധനലക്ഷ്മി ബാങ്കിന്റെ കടപ്പത്രത്തിൽ നിക്ഷേപിച്ചതിൽ വൻ അഴിമതി. ഈ ഇടപാടിന് പ്രതിഫലമായി ബോർഡിലെ ഉന്നതർക്ക് 15 നിയമനവും 3% കമ്മീഷനുമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. കടൽ പേച്ച് ഇനി മലയാളം കടപ്പറ പാസ. ഒരു നിഘണ്ടുവാണ് കടപ്പറ പാസ. കടപ്പുറത്ത് ജീവിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന തമിഴ് കലർന്ന മലയാളത്തിന് ഒരു നിഘണ്ടു വരുന്നു. ആ വാർത്ത ഇന്ന് മാധ്യമം അതിൻ്റെ അവസാന പുറത്ത് തരുന്നു. കേട്ടാൽ തമിഴെന്ന് തോന്നും, അല്ലെങ്കിൽ മലയാളം കലർന്ന തമിഴിൻ്റെ വികല ഉപയോഗമെന്നും. പക്ഷേ സംഗതി രണ്ടുമല്ല. തീരദേശ ജീവിതങ്ങളുടെ അധികമാർക്കും പിടികിട്ടാത്ത സംസാര ഭാഷയാണിത്. പൊഴിയൂർ മുതൽ 5 തെങ്ങ് വരെ നീളുന്ന 52 തുറകളിലെ സംസാര ഭാഷയ്ക്ക് നിഘണ്ടു ഒരുക്കിയിരിക്കുകയാണ് ഗവേഷണ വിദ്യാർത്ഥി D അനിൽകുമാർ. കടപ്പറ പാസ എന്നാണ് നിഘണ്ടുവിൻ്റെ പേര് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഭരത് PJ ആന്റണി നാടക സിനിമാ രംഗത്തെ അതികായനാണ്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാർച്ച് 14-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജീവിതം അസ്തമിച്ചു. ആന്റണിക്ക് ആദരം നേർന്നുകൊണ്ട് ദേശാഭിമാനി ഒരു പ്രത്യേക എഡിഷൻ, പ്രത്യേക പേജ് തന്നെ. ഈ ചിത്രം കാണുക. ഇത് PJ ആന്റണിയാണ്. നിർമാല്യത്തിലെ വെളിച്ചപ്പാടിൻ്റെ വേഷത്തിലാണ് ഇൻക്വിലാബിൻ്റെ മകൻ എന്ന PJ ആന്റണിയെ നാം കാണുന്നത്. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിലെ ഈ ചിത്രം ഒരു ചരിത്ര ഘട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.